ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് അരുണിമ മിസ് ആണ് കേട്ടോ. അപ്പൊ മിസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലേ, ഓൺ എക്സാം ഒക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പാഠഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ചില സമയത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സുകളൊന്നും ചിലപ്പോൾ ആലോചിച്ചാൽ കിട്ടില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മരം എന്നുള്ളത് അല്ലെ. മരങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചും അതേപോലെ തന്നെ മരം നമുക്ക് തരുന്ന ഉപകാരങ്ങളെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളോട് എക്സാമിന് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പൊ മക്കൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ, ചില സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോയിന്റ്സുകൾ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റാറില്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മരങ്ങൾ ചെയ്തു തരുന്ന ഉപകാരങ്ങളെ കുറിച്ച് ഒരു കഥ രൂപത്തിൽ പഠിച്ചു നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആമസോൺ കാടുകളിൽ നിന്ന് കേട്ടോ. ടീച്ചർ ഒരു കാട് തൽക്കാലം പറഞ്ഞതേ ഉള്ളൂ. ഒരു വലിയ കൊടും കാട്ടുന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കാട്ടിലേക്ക് ഇങ്ങനെ ടൂർ പോവാണ് കേട്ടോ. നമുക്ക് കാടും കാട്ടിലുള്ള ജീവികളെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ടൂർ പോവാണ്. നമുക്ക് ഇഷ്ടമാണല്ലേ കാട്ടുകൂടിയൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ, പേടി ഉണ്ടാവല്ലേ. പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മൾ നല്ല ധൈര്യത്തോടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാട്ടില് പലതരത്തിലുള്ള മരങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തിയപ്പോ അവിടെയുള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെട്ടി നശിക്കപ്പെട്ടതായിട്ട് കാണാൻ വേണ്ടി പറ്റി. എന്ത് ചെയ്യാണ്, ആൾക്കാർ വന്നിട്ട് അവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചു മാറ്റി കൊണ്ടുപോവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മരമുത്തച്ഛൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മൂപ്പര് ഇങ്ങനെ കരയാ. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരയുന്നത്? മരം പറയാണ്, ഞാൻ ഇവിടെ ഏകദേശം ഒരു 100 വർഷമായി ജീവിക്കുന്നു. ഈ ഒരു കാലയളവിനിടയിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാണ്, ഈ പഴയ ആളുകൾക്കൊന്നും ഇല്ലാത്ത രീതിയിൽ, പഴയ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് മരം മുറിച്ചുകൊണ്ടിരുന്നത്? അവർക്ക് അത്യാവശ്യം വീട് വെക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവര് മരങ്ങൾ മുറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ വളരെയധികം കൂടിക്കൊണ്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വല്ലാതെ എന്ത് ചെയ്യാണ്, ഇത്തരത്തില് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെടുക. അപ്പൊ നമ്മുടെ മരമുത്തച്ഛൻ പറയാണ്, ഞാനൊരു 100 വർഷമായി ഇവിടെ ജീവിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാണ്, ഇത്ര കാലത്തിനിടയിലൊന്നും ഇല്ലാത്തതുപോലെ ഈ അടുത്ത സമയത്ത് നമ്മുടെ മനുഷ്യന്മാര് മരങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കണ്ടമാനം വെട്ടി നിരത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളോട് പറയാണ്, ഇങ്ങനെ മരങ്ങളെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ നമുക്കൊരു സംശയം അല്ലെ, എന്താ സംശയം? മരങ്ങളെ വെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാന്ന് ഇങ്ങനെ ഒരു ചോദ്യം നമുക്കുണ്ടായി. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ ഇനി കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മരങ്ങൾ മുറിക്കുന്നത് കൊണ്ട് മനുഷ്യന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്, മരം എന്തൊക്കെ ഉപകാരങ്ങളാണ് മനുഷ്യന്മാർക്ക് ചെയ്തു തരുന്നത് എന്നീ കാര്യങ്ങളാണ് ഈ മരമുത്തച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ മക്കളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് ഈ മരമുത്തച്ഛന്റെ ഉത്തരം. അതായത് മരം ഒരു വരം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. മരം നമുക്കൊരു വരമായിട്ട് മാറുകയാണ്. അപ്പൊ എന്തൊക്കെ വരങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഉപകാരങ്ങളാണ് മരം നമുക്ക് ചെയ്തു തരുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. ഓക്കെ, അതാണ് നമ്മൾ ഈ കഥയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മരമുത്തച്ഛൻ പറയാണ്, എന്താ പറയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ മരമുത്തച്ഛൻ പറയാണ്, 100 വർഷക്കാലമായല്ലേ ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ഒരുപാട് മനുഷ്യർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ശുദ്ധവായു പ്രദാനം ചെയ്തിട്ടുണ്ട്. അതായത് ശുദ്ധവായു നൽകിയിട്ടുണ്ടെന്ന്. അപ്പൊ മരം എങ്ങനെയാ മക്കളെ ശുദ്ധവായു നൽകുന്നുണ്ടാവുക? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മരങ്ങൾ എന്ത് ചെയ്യും, എല്ലാ സസ്യങ്ങളും എന്ത് ചെയ്യും, പ്രകാശ സംശ്ലേഷണം നടത്തും. അപ്പൊ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സമയത്ത് അഥവാ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഓക്സിജൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ശുദ്ധവായുവായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് മരങ്ങൾ ചെയ്തു തരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉപകാരമാണ് ശുദ്ധവായു പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് അല്ലെ. ശ്വസിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാണ്, ഓക്സിജൻ തരികയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, പഴയ കാലത്ത് സിനിമയിലും അതേപോലെ പഴയ കാലത്തെ ആളുകളൊക്കെ ഒരു ആൽമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ ആൽമരത്തിന്റെ ചോട്ടിലൊക്കെ ഇരിക്കുന്നത്? ആൽമരം എന്ന് പറയുന്നത് വലിയൊരു വൃക്ഷമാണ് അല്ലെ. അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഈ ഓക്സിജൻ എന്ത് ചെയ്യും, നമ്മുടെ ആൽമരം പുറത്തേക്ക് വിടും. അപ്പൊ ഒരുപാട് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോ? ഈ ആൽമരത്തിന്റെ തൊട്ട് താഴെ നമ്മൾ ഇരിക്കുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ആളുകൾക്ക് എന്ത് ചെയ്യുക, മരത്തിന്റെ അടിയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നല്ലൊരു എന്ത് ചെയ്യുക, നല്ലൊരു ഊർജം അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. തണൽ തരുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ശുദ്ധവായു കൂടെ കിട്ടുകയും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ നല്ലോണം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു ഉണർവ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരം ഒരു
പ്രത്യേകത അല്ലെങ്കിൽ അത്തരം ഒരു ഉപകാരം നമുക്ക് ആര് ചെയ്തു തരുന്നുണ്ട്? നമ്മുടെ മരങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മരമുത്തച്ഛൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? ഞാൻ 100 വർഷക്കാലത്തോളം ആയിട്ട് എന്ത് ചെയ്യാണ് ഈ നാട്ടിലുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാണ് ശുദ്ധവായു പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ മരമുത്തച്ഛൻ പറയാണ് എന്താണ് ഉണ്ടോ, ഈ ഒരു കാട്ടിൽ എപ്പോഴും എന്ത് ചെയ്യാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കാടുകളിലൊക്കെ എന്ത് ചെയ്യും മഴ പെയ്തുകൊണ്ടിരിക്കും. കാടുകളിൽ മഴ മാത്രം പെയ്യുന്നതുകൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യാണ് അവിടെ ഇങ്ങനെ പച്ചപ്പൊക്കെ നിലനിർത്തുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ കാടുകളിലെ പച്ചപ്പ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മഴ, ഇതിനൊക്കെ പിന്നിൽ ആരുണ്ട്? ഈ മരങ്ങൾ ഉണ്ടെന്ന് മക്കൾക്ക് അറിയാവോ? എങ്ങനെയാണെന്നല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാലേ, ഈ പറയപ്പെടുന്ന മഴ പെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വലിയൊരു കാരണക്കാരവരുണ്ട്, നമ്മുടെ ഈ സസ്യങ്ങളാവാറുണ്ട്. നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് മഴ പെയ്യാൻ വേണ്ടി കാരണമാണ്. ഇപ്പൊ ഒരുപാട് സസ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മഴ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആമസോൺ മഴക്കാടുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യാണ് വർഷത്തിൽ മുഴുവൻ സമയവും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാടുകളെ നമ്മൾ നിത്യഹരിത വനങ്ങൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന മരങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മരങ്ങൾ എന്ത് ചെയ്യും? കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. അപ്പൊ മഴ പെയ്യാൻ വേണ്ടിയിട്ട് മരങ്ങൾ കാരണമാവാറുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറെന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അന്തരീക്ഷത്തിന്റെ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അന്തരീക്ഷത്തിന്റെ ചൂട് കൂടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാറുണ്ടോ കുട എടുക്കാതെ? ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് കുറച്ച് മുന്നേ ഒരു വേനൽക്കാലത്ത് എന്തൊരു ചൂടായിരുന്നല്ലേ. അപ്പൊ ഇങ്ങനെ അന്തരീക്ഷത്തിലെ ചൂട് കാരണം, അതായത് ചൂട് കൂടാൻ കാരണമായത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചത് കൊണ്ടാണ്. കാരണം എന്താ? ഈ അന്തരീക്ഷത്തിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കാറുണ്ട്? നമ്മുടെ മരങ്ങൾ സഹായിക്കാറുണ്ട്. അപ്പൊ മരങ്ങൾ ഇങ്ങനെ വെട്ടി മാറ്റുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ് നമ്മുടെ കാലാവസ്ഥയും എന്ത് ചെയ്യാണ് മാറുകയാണ്. അതേപോലെ തന്നെ അന്തരീക്ഷം ചൂട് കൂടുന്ന ഒരു അവസ്ഥയെ ആഗോളതാപനം എന്ന് വിളിച്ചത് മക്കൾക്ക് അറിയാലോ. അപ്പൊ ഈ ആഗോളതാപനത്തിന് കാരണമാവുന്നത് ആരാ? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡാ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പ്രകാശ സംശ്ലേഷണ സമയത്ത് നമ്മുടെ സസ്യങ്ങൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പൊ ഈ വലിച്ചെടുക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയും. അപ്പൊ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ചൂടിൽ നിന്ന്, അതായത് ആഗോളതാപനത്തിന് കാരണമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ചൂട് കുറയുമല്ലോ. അതുകൊണ്ടും കൂടെ എന്ത് ചെയ്യാണ് ഈ ഒരു കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നമ്മുടെ മരങ്ങൾ വല്ലാതെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വേറൊരു കാര്യം പറയട്ടെ ടീച്ചർ, അതായത് മണ്ണൊലിപ്പ് അല്ലെ. മണ്ണൊലിപ്പ് മക്കൾക്ക് അറിയാലോ അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയി പ്രളയം, ഇതൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഈ പറയുന്ന വെള്ളം അല്ലെ, വെള്ളം എന്ത് ചെയ്യാണ് താഴോട്ടേക്ക് ഭൂമിയുടെ അടിയിലേക്ക് പോകണം അല്ലെ. അല്ലാതെ ഭൂമിയുടെ പുറത്തിങ്ങനെ ഉപരിതലത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് ഈ പ്രളയമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ മണ്ണൊലിപ്പ് ഇതുകൊണ്ടുണ്ടാവാറുണ്ടല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരം വലിയ വേരുകളുള്ള ഒരു സസ്യം അല്ലേ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സസ്യമല്ല ഒട്ടനവധി സസ്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സസ്യങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ജലത്തിന് എന്ത് ചെയ്യും? അതിന്റെ വേരുകൾ കൂടെ താഴത്തേക്ക് വലിച്ചെടുക്കും അല്ലെ. അതുപോലെ തന്നെ ഇത്തരം വേരുകൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? മണ്ണൊലിപ്പ് തടയപ്പെടൂലേ? അറിയില്ലേ മക്കളെ? മണ്ണൊലിപ്പ്, ഈ മണ്ണിനൊക്കെ എന്ത് ചെയ്യും? ഈ വേരുകൾ പിടിച്ചു നിർത്തും. അപ്പൊ മണ്ണൊലിപ്പ് തടയാനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ വൃക്ഷങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ മരമുത്തച്ഛൻ പറയാണ്, കഴിഞ്ഞ 100 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ കാലാവസ്ഥ ഞാൻ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ മഴ പെയ്യുന്നും അതേപോലെ തന്നെ മണ്ണൊലിപ്പൊന്നും ഇല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ ആര് ശുശ്രൂഷിക്കുന്നുണ്ട്? നമ്മുടെ ഈ മരമുത്തച്ഛൻ ശുശ്രൂഷിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ മക്കളെ? ഈ പറയുന്ന മരമുത്തച്ഛൻ കഴിഞ്ഞ 100 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ജീവികൾക്ക് ഒക്കെ എന്ത് ചെയ്യാണ്? വാസസ്ഥലവും ആഹാരവും എന്ത് ചെയ്യാണ്? നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, എല്ലാ ജീവികൾക്കും എന്ത് ചെയ്യണം? അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങളെയും മരങ്ങളെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യും? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ മരങ്ങളിൽ നിന്ന് കഴിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? മരങ്ങൾ തരുന്നോണ്ടല്ലേ നമുക്ക്. അത്രയും വലിയ ഉപകാരങ്ങളാണ് നമ്മുടെ മരങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണം മാത്രമല്ല, പല ജീവജാലങ്ങളുടെയും, 100 കണക്കിന് ജീവജാലങ്ങളുടെ, നമുക്ക് കാണാൻ പറ്റുന്നവയുണ്ടാവും, കാണാൻ പറ്റാത്തവയുണ്ട്. ഇപ്പൊ പക്ഷികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പക്ഷെ കാണാൻ കഴിയാത്ത ഒരുപാട് ജീവികൾ ഒരു മരത്തിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാണ്? വാസസ്ഥലവും നൽകുന്നുണ്ട്, ഒപ്പം തന്നെ കഴിക്കാൻ ഭക്ഷണവും നമ്മുടെ മരമുത്തച്ഛൻ കഴിഞ്ഞ 100 വർഷമായി നൽകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരം ഒരു മരത്തിനെയാണ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആക്രമിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെയാണ് എന്ത് മരമുത്തച്ഛന്റെ ഒരു വിഷമം എന്ന്
പറയുന്നത്. ഭക്ഷണവും ഇതൊക്കെ നമ്മളെ മരമുത്തച്ഛൻ കൊടുക്കാറുണ്ട്. അപ്പൊ മക്കളെ, നമ്മുടെ എല്ലാവരും അല്ലെ ഇപ്പൊ പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ, നമ്മുടെ വീടുകൾ ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മരത്തിന്റെ തടികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. മരത്തിന്റെ തടികൾ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പോൾ വാതിലുണ്ടാക്കും, ജനലുണ്ടാക്കും, മേശയുണ്ടാക്കും, കസേര ഉണ്ടാക്കും. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഈ മരത്തിന്റെ തടിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഉപകാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മണ്ണില് വളരുന്ന ഇത്തരം സസ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുണ്ടാവുന്ന ഇത്തരം മരങ്ങൾ ഒക്കെ നമുക്കൊരു വരം തന്നെയല്ലേ, മരം ഒരു വരം തന്നെയല്ലേ മക്കളെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മരമുത്തച്ഛന്റെ വിഷമം. അപ്പൊ മരമുത്തച്ഛന്റെ ഇത്രയും ഉപകാരങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലേ. അപ്പൊ നമ്മൾ മരമുത്തച്ഛനോട് എന്ത് ചെയ്യണം, ഒരു പ്രതിജ്ഞ ചെയ്യണം അല്ലെ. എന്താ മരമുത്തച്ഛനോടുള്ള പ്രതിജ്ഞ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മരങ്ങള് മുറിച്ചു മാറ്റില്ല. മാത്രമല്ല എന്ത് ചെയ്യുക, നമ്മുടെ പ്രകൃതിയുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് മരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നടുവെന്നും കൂടെ ഈ ഒരു മക്കൾ എന്ത് ചെയ്യണം, പ്രതിജ്ഞ ചെയ്യണം കേട്ടോ. നല്ല മക്കളായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് മരങ്ങളെ കൊണ്ട് നമുക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.